കറുകുറ്റി മണിയൻകുഴിയിലെ അക്ഷര വായനശാലയുടെ രണ്ടാം വാർഷികാഘോഷങ്ങൾ ജൂൺ 17 നടന്നു. അവകാശങ്ങളുടെ വേദിയിൽ വായനശാലയ്ക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം വായനശാലയുടെ പ്രയാണത്തിൽ ഒരു നാഴികക്കല്ലായി. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ALV 9206 രജിസ്റ്റർ നമ്പറായി വായനശാലയ്ക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച വിവരം ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഷാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ 92 വായനശാലകൾ, 91 വായനശാലകൾ ഇതും കൂടുമ്പോൾ 92 വായനശാലകൾ. ഇപ്പം നമ്മുടെ ഗ്രേഡ് F ആണ്. F എന്ന് വെച്ചാൽ ഏറ്റവും താഴെ. ഒരു വായനശാലയുടെ ഗ്രേഡ് നിശ്ചയിക്കുന്നത് ഇവിടെയുള്ള പുസ്തകത്തിൻ്റെ എണ്ണം, അംഗത്വത്തിൻ്റെ എണ്ണം, ഇവിടെ നടത്തുന്ന പരിപാടികൾ, സ്വന്തമായി കെട്ടിടമുണ്ടോ സ്ഥലമുണ്ടോ എങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, അതിൻ്റെ ഉടമസ്ഥത, ഇതിനൊക്കെ മാർക്കുണ്ട്. ഒരു പരിപാടി നടത്തിയാൽ ആ പരിപാടിക്ക് 1/2 മാർക്ക് തരും. ഇപ്പം നമ്മുടെ കമ്മിറ്റി 20 പരിപാടി നടത്തുകയാണെങ്കിൽ 10 മാർക്ക് കിട്ടും. അങ്ങനെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് വരുന്നത്. 2 വർഷത്തിനിടയിൽ വായനശാലയിൽ വനിതാ, വയോജന, അധ്യാപക, യുവജന, ബാലവേദികളും പ്രവർത്തനം ആരംഭിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ MG വർഗീസ് സ്വാഗതം ആശംസിച്ചു. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ഷാജോ ചിനിമാടൻ ദ്വൈവാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജി ജോയ്, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു വായനശാലകളിൽ കാണാത്തതിലും അധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അക്ഷര വായനശാലയുടെ ഭാരവാഹികളുടെ ഗുണമാണ്. വാർഡ് മെമ്പർ ആൽബി വർഗീസ്, ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഒരു മാസം കിട്ടുന്ന ഓണറേറിയം ഏകദേശം 7,000 രൂപയാണ്. ആ 7,000 രൂപ ഒരു മാസത്തെ ഓണറേറിയം ഞാൻ ഇതിൻ്റെ കെട്ടിട സ്ഥലം മേടിക്കുന്നതിന് വേണ്ടി സംഭാവന ചെയ്യണം. ജീവോദയ സുപ്പീരിയർ ബ്രദർ റിച്ചാർഡ് MMB എന്നിവർ പുസ്തകദാതാക്കളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. PP വർഗീസ് മാസ്റ്റർ, മാർട്ടിൻ പടുവൻ എന്നിവർ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വനിത, വയോജന, അധ്യാപക, യുവജന, ബാലവേദികളുടെ നേതൃത്വത്തിൽ സംഘനൃത്തം, കവിത, ദൃശ്യാവിഷ്കാരം, നാടൻപാട്ട്, കരാട്ടെ പ്രദർശനം തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദളവും കൊഴിഞ്ഞുപോയി. സൂര്യകാന്തിപ്പൂവ് ഞാനിന്നും എൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേകയായി. പേടിപ്പെടുത്തുന്ന മൂളലായിന്നുമ പേവിഷത്തുമ്പികൾ പാറിടുന്നു. വായനശാല രക്ഷാധികാരി ബെന്നി പടുവൻ നന്ദി പ്രകാശിപ്പിച്ചു. ആന്റോ വിവിയുടെ നേതൃത്വത്തിൽ പായസ വിതരണവുമുണ്ടായി. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.